ഈ കഥ തുടങ്ങുന്നത് ഹോങ്കോങ്ങിൽ നിന്നാണ്. അവിടെ ഒരു വലിയ ഡ്രഗ് ഡീലർ അയാളുടെ ഒരേയൊരു മകന്റെ ഹാർട്ടിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. പല ഡോക്ടേഴ്സിനെയും കാണിച്ചു. ഹാർട്ട് സർജറി അല്ലാതെ വേറെ വഴിയില്ലാന്ന് അവരെല്ലാവരും പറഞ്ഞു. റെയർ ബ്ലഡ് ഗ്രൂപ്പ് ആയതിനാൽ ഡോണറെ കിട്ടുന്നില്ല. ഡോണറെ കിട്ടാത്തതിൽ വളരെ വിഷമത്തിലാണ് ഡ്രഗ് ഡീലർ. അങ്ങനെയിരിക്കെ അയാളുടെ സുഹൃത്തായ ഡോക്ടർ പറഞ്ഞു, ഇവിടെ ഹോങ്കോങ്ങിൽ ഒരു ബെസ്റ്റ് സർജൻ ഉണ്ട്, പക്ഷേ അവനെ ഡീല് ചെയ്യുന്നത് വളരെ കഷ്ടമാണ്. പണത്തിനു വേണ്ടി ഓർഗൻ ട്രാഫിക്കിംഗ് ഉൾപ്പെടെ നടത്തുന്നവൻ. അയാൾക്കിവിടെ ഹോപ്പ് വെൽ എന്നുള്ള ഹോസ്പിറ്റൽ കൂടിയുണ്ട്. അവന്റെ പേരാണ് അർജുൻ കുമാർ വർമ്മ. ഈ സർജറിക്ക് വേണ്ടി അവൻ എത്ര രൂപ വാങ്ങിക്കുമെന്നുള്ള കാര്യം അറിയില്ല. അവന് എവിടെ നിന്നാണ് ഡോണറെ കിട്ടുന്നതെന്നും അറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അവൻ കേസ് അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സർജറി നടക്കും. അതേസമയം ഹോപ്പ്വെൽ ഹോസ്പിറ്റലിൽ ഇവനാണ് ഈ കഥയിലെ വില്ലനും നേരത്തെ ഡോക്ടർ ഇൻട്രോ ഇട്ട അർജുൻ കുമാർ വർമ്മ. അർജുൻ ഒരു കുഞ്ഞിന്റെ ഹാർട്ട് സർജറി നടത്തുകയാണ്. സർജറിക്കിടയിൽ ഒരു കോഫി കുടിച്ചിട്ട് വരാമെന്ന് മറ്റുള്ളവരോട് പറഞ്ഞ് അയാൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ കൂടെ നിൽക്കുന്നവർ പറയുന്നുണ്ട്, പേഷ്യന്റ് ക്രിട്ടിക്കലാണ്, ഈ സമയം താങ്കൾ പുറത്തു പോകുന്നത് ശരിയാവില്ല. പക്ഷേ അത് വകവയ്ക്കാതെ അവൻ പുറത്തേക്ക് ഇറങ്ങി. സർജറിക്ക് വന്ന കുഞ്ഞിന്റെ അപ്പൻ വന്ന് കുഞ്ഞിന് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ചോദിച്ചു. അർജുൻ പറഞ്ഞു, സർജറി കഴിഞ്ഞിട്ടില്ല. നമ്മൾ തമ്മിലുള്ള ഡീൽ അനുസരിച്ച് $5 മില്യൺ നിങ്ങൾ ഇതുവരെയും കൗണ്ടറിൽ അടച്ചിട്ടില്ല. പേയ്മെന്റ് അടച്ചാൽ മാത്രമേ സർജറി കംപ്ലീറ്റ് ആവത്തുള്ളൂ. ആ അപ്പൻ അപ്പോൾ തന്നെ അർജുന്റെ കാല് പിടിച്ച് പറയുന്നുണ്ട്, ഈവനിങ്ങിനുള്ളിൽ ഞാൻ പേയ്മെന്റ് അടച്ചോളാം. പക്ഷേ അതിന് അർജുൻ വഴങ്ങുന്നില്ല. ഇത് കണ്ടുകൊണ്ട് നിന്ന കുഞ്ഞിന്റെ അപ്പന്റെ ഒരു സിമ്പന്തി അർജുന് നേരെ തോക്ക് ചൂണ്ടും. ആ ഒറ്റ കാരണം കൊണ്ട് അർജുൻ $2 മില്യൺ എക്സ്ട്രാ ചോദിക്കും. വേറെ വഴിയില്ലാതെ അപ്പൻ പലയിടത്തു നിന്നായി കടം വാങ്ങി $7 മില്യൺ ക്യാഷ് അടയ്ക്കും. സർജറി കംപ്ലീറ്റ് ആയി. കുഞ്ഞ് രക്ഷപ്പെട്ടു. അർജുൻ അപ്പനെയും കൂട്ടി മറ്റൊരു കുഞ്ഞിന്റെ അടുത്തെത്തി. സ്ട്രക്ചറിൽ കിടക്കുന്ന ആ കുഞ്ഞിനെ നോക്കിയിട്ട് അർജുൻ ചോദിച്ചു, താങ്കൾക്ക് ഈ കുഞ്ഞിനെ അറിയാമോ? ഇല്ല എന്ന് അപ്പൻ മറുപടി പറഞ്ഞു. അർജുൻ തുടർന്നു, എനിക്കും അറിയില്ല. ബീഹാറിൽ എവിടെയോ പിറന്ന കുഞ്ഞാണ്. അവിടെ നിന്നും ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് ഈ കുഞ്ഞിന്റെ ഹാർട്ടാണ് നിങ്ങളുടെ മകൾക്ക് വെച്ചിരിക്കുന്നത്. ഞാനിത് പറഞ്ഞതിന്റെ കാരണം എന്തിനാന്ന് വെച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എനിക്കെതിരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണമെന്ന് തോന്നിയാൽ ഇന്ത്യയിൽ നിന്നും ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ട് ഇവിടെ വന്നതിന് ആദ്യം അറസ്റ്റിലാകുന്നത് നിങ്ങളായിരിക്കും. അടുത്ത ദിവസം ഡ്രഗ് ഡീലർ അർജുനെ കാണാനെത്തി. മകന്റെ ഹാർട്ടിന്റെ പ്രോബ്ലം അവനോട് പറഞ്ഞു. അർജുൻ വളരെ ലാഘവത്തോടെ 2 ദിവസത്തിനുള്ളിൽ ഡോണറെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. ഇതിന്റെ എല്ലാം ചെലവിനായിട്ട് $100 മില്യൺ ചോദിക്കും. ആദ്യം ഡ്രഗ് ഡീലർ അത് സമ്മതിക്കില്ല. ഒരേ ഒരു മകൻ, വേറെ വഴിയില്ലാതെ അയാൾ ആ ഡീലിന് സമ്മതിക്കും. ഡ്രഗ് ഡീലർ സർജറിയുടെ കാര്യങ്ങൾക്കായി മാനേജറെ അവിടെ നിർത്തും. അർജുന് ഓർഗൻ ട്രാഫിക്കിങ്ങിന് വേണ്ടി ഒരു വലിയ സെറ്റപ്പ് തന്നെ ഉണ്ട്. മെയിൻ ആയിട്ട് ഇവന്മാര് ഇന്ത്യയിൽ നിന്നാണ് ആൾക്കാരെ തട്ടിക്കൊണ്ടുവരുന്നത്. മാനേജർ ചോദിച്ചു, ഇന്ത്യയിൽ നിന്നാണ് ഡോണറെ കണ്ടെത്തുന്നത് എങ്കിൽ ഇവിടെ കൊണ്ടുവരാൻ ഒരുപാട് സമയമെടുക്കില്ലേ? തൊട്ടടുത്ത രാജ്യങ്ങളിൽ എവിടെ നിന്നെങ്കിലും ഡോണറെ കിട്ടിയാൽ നമ്മുടെ പ്രൈവറ്റ് ഫ്ലൈറ്റിൽ തന്നെ അവരിവിടെ എത്തിക്കാം. അർജുൻ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിക്കല്ല ഞങ്ങളുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്നാവുമ്പോൾ നമുക്ക് ഒരുപാട് സിറ്റിസൺസിന്റെ ഓപ്ഷൻസ് കിട്ടും. മാനേജർ ചോദിച്ചു, സിറ്റിസൺസിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? അർജുൻ തുടർന്നു, ഒരു ചെറിയ തലവേദന വന്നാൽ പോലും ജനങ്ങൾ ഓടി ഹോസ്പിറ്റലിലെത്തും. ഞങ്ങൾ പറയുന്ന എല്ലാ ടെസ്റ്റും നടത്തും. അതുവഴി അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഞങ്ങൾ ഡാറ്റാബേസിൽ കളക്ട് ചെയ്ത് വെക്കും. അപ്പോഴേക്കും ഡീറ്റെയിൽസ് പരിശോധിച്ചു കൊണ്ടിരുന്ന സിമ്പന്തി പറഞ്ഞു, ആന്ധ്രാപ്രദേശിൽ ഒരാളെ കിട്ടി. അതൊരു പെൺകുട്ടിയാണ്. പേര് പല്ലവി. അർജുൻ തന്റെ മാനേജറായ രവിയോട് ഉൾപ്പെടെ പറഞ്ഞു, 24 മണിക്കൂറിനുള്ളിൽ അവളെ ഹോങ്കോങ്ങിൽ എത്തിക്കണം. അവിടെ നിന്ന് സീൻ കട്ടാക്കി ആന്ധ്രാപ്രദേശിൽ അനന്തഗിരി എന്ന സ്ഥലത്ത്. ഇവളാണ് ഈ കഥയിലെ നായികയും അർജുന് വേണ്ട ഡോണറുമായ പല്ലവി. പല്ലവി ഒരു ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളുടെ അടുത്ത് ഒരു വലിയ ടെഡി ബിയർ ഇരിപ്പുണ്ട്. പല്ലവിയെ അവളുടെ അമ്മ വിളിച്ച് കല്യാണത്തിന് നിർബന്ധിക്കും. താൻ ആദിത്യയെ കാണാൻ വിശാഖപട്ടണത്തേക്ക് പോവുകയാണെന്നും ഇന്ന് രാത്രിയോടെയോ നാളെ മോർണിംഗോ വീട്ടിലെത്താമെന്ന് പറഞ്ഞ് കോള് കട്ടാക്കും. പല്ലവി അടുത്തിരുന്ന ടെഡിയിൽ ചാരിയിരുന്ന് 2 വർഷം മുന്നേ നടന്ന കാര്യങ്ങൾ ആലോചിക്കും. പല്ലവി വിശാഖപട്ടണം എയർപോർട്ടിൽ ATC, അതായത് എയർ ട്രാഫിക് കൺട്രോളർ ആയിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവൾ ജോലിക്ക് കയറിയ ആദ്യ ദിവസം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ചോദിച്ച് ആദ്യത്തെ കോള് വരും. ആദ്യ ദിവസം ആയതുകൊണ്ട് തന്നെ പേടിച്ച് അവൾ പൈലറ്റിന് പതിയെയാണ് റിപ്ലൈ കൊടുത്തുകൊണ്ടിരുന്നത്. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ടെൻഷനായിട്ട് അവൾക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാതെയായി. പല്ലവിയോട് ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്നത് കോ പൈലറ്റ് ആയിരുന്നു. കൺട്രോൾ റൂമിൽ നിന്നും റിപ്ലൈ കിട്ടാതായപ്പോൾ ക്യാപ്റ്റൻ കോ പൈലറ്റിൽ നിന്നും കോള് കണക്ട് ആക്കി ATC ആയ പല്ലവിയെ സംസാരത്തിലൂടെ കൂളാക്കും. സംസാരത്തിലുള്ള പരുങ്ങൾ കേട്ടപ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലായായിരുന്നു ATC ആയി ജോലിക്ക് കയറിയിട്ട് ആദ്യ ദിവസമാണെന്ന്. ഇവനാണ് ഈ കഥയിലെ നായകൻ ആദിത്യ റാം. ആദിത്യ പറഞ്ഞു, താങ്കൾ പാനിക് ആവണ്ട, ഞാൻ പറയുന്ന ഡീറ്റെയിൽസ് എനിക്ക് ഷെയർ ചെയ്ത് തന്നാൽ മതി. ആദിത്യ പറഞ്ഞതനുസരിച്ച് പല്ലവി ഗ്രൗണ്ടിലെ മറ്റു പ്ലെയിനിന്റെ പൈലറ്റുമായി കോള് കണക്ട് ആക്കും. ആ പ്ലെയിനിന്റെ പൈലറ്റ് ടേക്ക് ഓഫ് കോർഡിനേറ്റ്സ് ആദിത്യയുമായി ഷെയർ ചെയ്യും. അത് കാരണം
ആദിത്യയ്ക്ക് ഫ്ലൈറ്റ് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യാനും മറ്റേ പൈലറ്റിന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനും പറ്റി. ആദിത്യ ചെയ്ത ഹെൽപ്പിന് പല്ലവിക്ക് നന്ദി പറയണമെന്ന് പറഞ്ഞ് പല്ലവിയും തൊട്ടടുത്തിരുന്ന പെൺകുട്ടിയും ആദിത്യയെ കാണാൻ ചെല്ലും. കൂടെ വന്ന പെൺകുട്ടി ആദിത്യയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. പക്ഷേ അവൾ അടുത്ത് പോകാതെ ദൂരെ നിന്ന് കണ്ട ശേഷം തിരികെ പോരും. പിന്നീടുള്ള ദിവസങ്ങളിൽ ആദിത്യയും പല്ലവിയും കുറച്ചുകൂടെ അടുക്കും. പക്ഷേ ഈ നാള് വരെയും ആദിത്യ പല്ലവിയെ കണ്ടിട്ടില്ല. ATC എന്നല്ലാതെ അവളുടെ പേര് പോലും അവൻ അറിയില്ല. ആദിത്യ പല്ലവിയെ കാണാൻ ശ്രമിച്ചപ്പോഴൊക്കെ അവൾ ഒഴിഞ്ഞുമാറി. അങ്ങനെ ഇരിക്കെ ഒരു വലിയ ടെഡി ബിയർ അവൻ അവൾക്ക് ഗിഫ്റ്റായി കൊടുത്തുവിടും. അവളുടെ പേരറിയാത്തത് കൊണ്ട് ഫ്രം ക്യാപ്റ്റൻ ആദിത്യ ടു ATC എന്നാണ് വെച്ചത്. അവിടുന്ന് സീൻ കട്ടായി പ്രസന്റ് ടൈമിൽ പല്ലവി യാത്ര ചെയ്യുന്ന ബസ്സിൽ യാത്രക്കാരുടെ കൂട്ടത്തിൽ ഡോക്ടർ അർജുന്റെ സിമ്പന്തികൾ അവളെ നോക്കിയിരിക്കുന്നു. അതിൽ ഒരു അമ്മച്ചി എഴുന്നേറ്റ് പല്ലവിയുടെ അടുത്ത് വന്ന് അവളുടെ കഴുത്തിൽ എന്തോ ഒരു മരുന്ന് കുത്തിവെക്കും. ഉടൻ തന്നെ അവളുടെ ബോധം നഷ്ടപ്പെട്ട് ആദിത്യ കൊടുത്ത ടെഡിയിലേക്ക് ചരിഞ്ഞു വീഴും. അപ്പോഴേക്കും എവിടെ നിന്നോ ഒരു ആംബുലൻസ് അങ്ങോട്ടേക്ക് വന്നു. യാത്രക്കാർ പല്ലവിയെ അതിൽ കയറ്റി, അവൾക്കൊപ്പം ആ ടെഡി ബിയറിനെ. ആ ആംബുലൻസ് പല്ലവിയുമായി ഔറാവിൽ എന്ന വിശാഖപട്ടണത്തെ ഹോസ്പിറ്റലിലെത്തി. പല്ലവിയെ ഹോസ്പിറ്റലിലേക്ക് കയറ്റിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന അറ്റൻഡർ ടെഡിയെ പുറത്തെ മഴയിലേക്ക് എടുത്തെറിഞ്ഞു. ഒബ്സർവേഷനിലിരിക്കവേ കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ പല്ലവിക്ക് ബോധം വന്നു. അവിടെ നിന്നും രക്ഷപ്പെടാനൊരുങ്ങിയ പല്ലവിയെ അവിടെ ഉണ്ടായിരുന്ന നേഴ്സ് പിടിച്ചു നിർത്തും. ഈ നേഴ്സ് ഡോക്ടർ അർജുന്റെ ആളായിരുന്നു. പല്ലവി പുറത്തു പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ അവർ നേഴ്സിംഗ് ബോക്സ് എടുത്ത് അവളുടെ തലക്കടിക്കും. തലക്കടി കിട്ടിയതിനാൽ അവൾ കുഴഞ്ഞു വീഴും. അവളുടെ ഹാർട്ട് ബീറ്റ് ലോ ആയി. ഇത് കണ്ട നേഴ്സ് ഡീഫ്രിബിലേറ്ററിന്റെ സഹായത്തോടെ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ പ്രയോജനമുണ്ടാകില്ല. നേഴ്സ് കരുതുന്നത് അവൾ മരണപ്പെട്ടു എന്നാണ്. എന്നാൽ അവിടെ ഒരു അത്ഭുതം സംഭവിക്കും. പെട്ടെന്ന് പല്ലവിയുടെ ഹാർട്ട് ബീറ്റ് നോർമലാകും. എന്നാൽ അവളുടെ ആത്മാവ് പുറത്ത് മഴയത്ത് നനഞ്ഞു കിടക്കുന്ന ടെഡിയിൽ കയറും. ടെഡി കണ്ണു തുറന്ന് എഴുന്നേറ്റു. എന്നാൽ പല്ലവി കോമയിലായി. ടെഡിയായ പല്ലവി നോക്കി നിൽക്കെ അവളുടെ ബോഡി ആംബുലൻസിൽ കയറ്റി എങ്ങോട്ടേക്കോ കൊണ്ടുപോകുന്നു. അവൾ പിന്നാലെ ഓടുമെങ്കിലും ഒരു രക്ഷയും ഉണ്ടായില്ല. ടെഡി കുറച്ച് മുന്നിലേക്ക് നടന്നപ്പോൾ അവിടെ ഒരു കുഞ്ഞിപ്പയ്യൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇവന്റെ പേരാണ് ചിണ്ടു. അവന്റെ കയ്യിൽ നിന്നും മൊബൈൽ വാങ്ങി അപ്പനെയും അമ്മയെയും വിളിക്കാനൊരുങ്ങി. പിന്നെ വേണ്ടാന്ന് വെച്ചു. കാരണം അവരെ ഈ കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നറിയില്ല. ഇപ്പോൾ തന്നെ സഹായിക്കാൻ ആദിത്യയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് അവൾക്ക് തോന്നി. ടെഡിയായ തന്നെ ആദിത്യയ്ക്ക് ഗിഫ്റ്റായി നൽകി അവന്റെ അടുത്ത് എത്തിയാലുടൻ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒറിജിനൽ പല്ലവിയെ കണ്ടെത്താം എന്നുള്ള വിശ്വാസത്തിൽ ചിണ്ടുവിന്റെ ഫോണിലെ ഡെലിവറി ആപ്പ് വഴി കാര്യങ്ങൾ സെറ്റ് ചെയ്യും. ചിണ്ടുവിനോട് ടെഡി ചോദിച്ചു, നിനക്ക് സംസാരിക്കുന്ന ഒരു ടെഡിയെ കണ്ടിട്ട് അത്ഭുതമോ പേടിയോ ഒന്നും തോന്നുന്നില്ലേ? ചിണ്ടു പറഞ്ഞു, ഞാൻ ഒരുപാട് ടെഡി സിനിമകൾ കണ്ടിട്ടുള്ളതാണ്. ടെഡി ചിണ്ടുവിനെ ഹഗ് ചെയ്ത് ബൈ പറഞ്ഞ് ഡെലിവറി ബോയ്ക്കായി വെയിറ്റ് ചെയ്തു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ഡെലിവറി ബോയ് വന്ന് പിക്ക് ചെയ്ത് ആദിത്യയുടെ അഡ്രസ്സിലേക്ക് പോകും. പോകുന്ന വഴിക്ക് ശ്രദ്ധിക്കാതെ ടെഡി ഡെലിവറി ബോയോട് സംസാരിക്കുന്ന ടെഡിയെ കണ്ട് ഭയന്ന് അവൻ ടെഡിയെ റോഡിലെറിഞ്ഞിട്ട് വന്ന വഴിയെ തിരിച്ചു പോകും. ടെഡി മുന്നോട്ട് നടന്നപ്പോൾ കുറച്ച് നായ്ക്കൾ ഓടിക്കും. ആ നായ്ക്കൂട്ടത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരുന്ന ടെഡിയെ ഒരു കൈ വന്ന് ഉയർത്തി കാറിലേക്ക് കയറ്റും. ആ കാറിൽ ആദിത്യയും അവന്റെ കൊച്ചപ്പനുമായിരുന്നു. രണ്ടുപേരും നല്ല ഫോമിലായിരുന്നു. ആയതിനാൽ ടെഡി സംസാരിക്കുന്നത് മദ്യപിച്ചതുകൊണ്ട് തോന്നുന്നതാണെന്നാണ് അവർ കരുതുക. അവർ ടെഡിയും കൂട്ടി വീട്ടിലെത്തി. ടെഡിയായ പല്ലവി അവരിൽ ഒരാളുടെ ഫോൺ എടുത്ത് ചിണ്ടുവിനെ വിളിക്കും. പണ്ട് നടന്ന കാര്യങ്ങൾ അവനോട് പറഞ്ഞു തുടങ്ങി. പല്ലവി ജോലിയിൽ എക്സ്പേർട്ടായി സെറ്റായി തുടങ്ങിയ ടൈമിൽ കൺട്രോൾ റൂമിൽ പല്ലവിയും ഫ്രണ്ട് വിനോദിനിയും മാത്രം. ബാക്കിയുള്ള എല്ലാവരും ബ്രേക്ക് എടുത്ത് പുറത്തുപോയി. വിനോദിനി ക്യാരിയിങ് ആണ്. ഈ ടൈമിൽ ആദിത്യയുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് ചോദിച്ചുകൊണ്ട് കൺട്രോൾ റൂമിലേക്ക് കോൾ വരും. പല്ലവി ആദിത്യക്ക് ലാൻഡ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കവേ വിനോദിനി കോഫി എടുക്കാനായിട്ട് പിന്നിലേക്ക് പോകും. എന്നാൽ വാട്ടർ ഡിസ്പെൻസറിയിൽ നിന്നുള്ള വെള്ളം ലീക്കായി കിടന്നത് അവർ ശ്രദ്ധിച്ചില്ല. വിനോദിനി ആ വെള്ളത്തിൽ തെന്നി വീഴും. ക്യാരിയിങ് ആയിരുന്ന വിനോദിനിയുടെ നിലവിളി കേട്ട് ഫ്ലൈറ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന്റെ കാര്യമെല്ലാം മറന്ന് പല്ലവി ഓടി വിനോദിനിയുടെ അടുത്തെത്തും. ഈ ടൈമിൽ തന്നെ ഗ്രൗണ്ടിൽ നിന്നും മറ്റൊരു പ്ലെയിനും ടേക്ക് ഓഫ് ചെയ്യാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ആദിത്യ കൺട്രോൾ റൂമിലേക്ക് കോണ്ടാക്ട് ചെയ്യുമെങ്കിലും ആരും റിപ്ലൈ ചെയ്യില്ല. എങ്കിലും ആദിത്യ ഫ്ലൈറ്റ് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യും. പല്ലവിയുടെയും വിനോദിനിയുടെയും നിലവിളി കേട്ട് കൂടെ ജോലി ചെയ്യുന്നവർ പുറത്തുനിന്നും ഓടിയെത്തി വിനോദിനിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അപ്പോഴാണ് പല്ലവി ആദിത്യയുടെ ഫ്ലൈറ്റിന്റെ കാര്യം ഓർമ്മ വന്നത്. അവൾ ഓടി ഡെസ്കിലെത്തിയപ്പോഴേക്കും ആദിത്യ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യിച്ചിരുന്നു. പല്ലവി ആദിത്യയോട് സോറി പറഞ്ഞു. ആദിത്യ ഈ സിറ്റുവേഷനെ വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്ത് വിടും. ഈ സംഭവത്തിന് ശേഷം പല്ലവി ആദിത്യയെ നേരിട്ട് കാണാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും ഒരു കോഫി ഷോപ്പിലെത്തും. പക്ഷേ രണ്ടുപേരും രണ്ട് ടേബിളിലാണ് ഇരിക്കുക. ഇപ്പോഴും ആദിത്യയ്ക്ക് പല്ലവി ആരാണെന്ന് അറിയില്ല. ആദിത്യയുടെ അടുത്തേക്ക് എയർലൈൻസ് കമ്പനിയിൽ നിന്നും രണ്ടുപേർ വന്നിട്ട് പറഞ്ഞു, ഇത്രയും റിസ്ക് ആയിട്ട് താങ്കൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യിച്ചതിന് എന്തായാലും സസ്പെൻഷൻ ഉണ്ടാകും. അവരുടെ ഈ സംഭാഷണം പല്ലവി കേൾക്കുന്നുണ്ടായിരുന്നു. തന്റെ കെയർലെസ്നെസ് കാരണം ബലിയാകേണ്ടി വന്നത്
ആദിത്യയാണെന്നുള്ള കുറ്റബോധം കാരണം അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഒരു പെൺകുട്ടി കോഫി ഷോപ്പിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് ആദിത്യ ശ്രദ്ധിക്കുമെങ്കിലും സസ്പെൻഷൻ ആയതിന്റെ വിഷമത്തിൽ അവൻ അവിടെ തന്നെ ഇരിക്കും. ഈ കാര്യങ്ങളെല്ലാം ടെഡിയായ പല്ലവി ചിണ്ടുവിനോട് പറയുകയായിരുന്നു. ഇതെല്ലാം കേട്ട ചിണ്ടു പല്ലവിയോട് പറഞ്ഞു, എല്ലാം ശരിയാകും. എന്റെ കാര്യം തന്നെ നോക്കൂ. ഞാൻ ഒറ്റ മകനാണ്. എന്റെ ഹാർട്ടിന് പ്രോബ്ലം ആയതിനാൽ പെരിസ്മേക്കർ വെച്ചിട്ടുണ്ട്. എന്റെ പാരന്റ്സ് ഇപ്പോഴും ഹാർട്ട് ഡോണറെ തപ്പി നടക്കുവാണ്. എന്നെങ്കിലും ഒരു ഡോണറെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് അവർക്ക്. അതിനാൽ നീയും പ്രതീക്ഷ കൈവിടരുത്. നിന്റെ ഒറിജിനൽ ബോഡി എവിടെയാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന് പറഞ്ഞ് ചിണ്ടു കോള് കട്ടാക്കും. അവിടെ നിന്ന് സീൻ കട്ടായി ഹോങ്കോങ്ങിലെ ഒരു ഫിഷിംഗ് പോർട്ടിൽ. പല്ലവിയുടെ ബോഡി ഹോങ്കോങ്ങിലെത്തി അവളുടെ ബോഡി അടങ്ങിയ ബോക്സ് ഒരു മിനി ട്രക്കിലേക്ക് കയറ്റി. ഇതെല്ലാം കുറച്ച് അകലെ നിന്ന് ആൻഡ്രൂസ് എന്ന ഇന്റർപോൾ ഫീൽഡ് ഓഫീസർ കണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഡോക്ടർ അർജുന്റെ സിമ്പന്തികൾ പല്ലവിയെ ഹോപ്വെൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ആൻഡ്രൂസ് എടുത്ത ഫോട്ടോസ് ഇന്റർപോളിന്റെ ഡാറ്റാബേസിലേക്ക് ഒരു പബ്ബിലിരുന്ന് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് സെർവറിലേക്കുള്ള കണക്ഷൻ കട്ടായി ആൻഡ്രൂസ് ആ പബ്ബിലിരിക്കുന്ന വീഡിയോ തന്നെ പ്ലേ ആവും. ആ പബ്ബിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും പുറത്തേക്ക് ഇറക്കി ഡോക്ടർ അർജുൻ ഉള്ളിലേക്ക് വന്ന് അയാളെ കൊല്ലും. അവിടെ നിന്ന് സീൻ കട്ടായി. ടെഡി സംസാരിക്കുന്നത് കേട്ട് ആദിത്യയ്ക്കും കൊച്ചപ്പനും അതിശയം തോന്നും. ടെഡി നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു. പക്ഷേ താനാണ് ATC എന്ന കാര്യം പറഞ്ഞില്ല. ആദിത്യ ടെഡിയെയും കൊച്ചപ്പനെയും കൂട്ടി ഒരു സ്പിരിച്വൽ സ്വാമിയെ ചെന്ന് കാണും. സ്വാമി കാര്യങ്ങൾ കേട്ട ശേഷം പറഞ്ഞു, ടിബറ്റിലെ ബുദ്ധിസ്റ്റുകൾ, ഹിമാലയത്തിലുള്ള സ്വാമിമാർ, ഇവരൊക്കെ ധ്യാനത്തിലുള്ളപ്പോൾ തന്നെ അവരുടെ ആത്മാവ് ശരീരം വിട്ട് പുറത്തേക്ക് പോകും. മണിക്കൂറുകൾക്കുള്ളിലോ ചിലപ്പോൾ ദിവസങ്ങൾ എടുത്ത ശേഷമായിരിക്കും ആ ആത്മാവ് തിരിച്ച് ശരീരത്തിലേക്ക് വരുന്നത്. അതുപോലെ ഒന്നാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഉറപ്പായും ടെഡിയുടെ ആത്മാവിന് തന്റെ ഒറിജിനൽ ശരീരത്തിലേക്ക് പോകാൻ സാധിക്കും. പക്ഷേ ടെഡിയായി ജീവിച്ച കാലത്തെ ഓർമ്മകളൊന്നും അതിനുണ്ടാകില്ല. ആദിത്യയും സിമ്പന്തികളും അവിടെ നിന്നും ഇറങ്ങി പല്ലവിയുടെ വീട്ടിലെത്തും. പക്ഷേ അവിടെ ആരും ഉണ്ടാകില്ല. അന്വേഷിച്ചപ്പോൾ പല്ലവിയുടെ ഫ്യൂണറൽ ചടങ്ങ് സെമിത്തേരിയിൽ നടക്കുകയാണെന്ന് അറിഞ്ഞു. അവരെല്ലാവരും അങ്ങോട്ടേക്ക് ചെല്ലും. അവിടെ കൂടി നിന്നവരോട് ചോദിച്ചപ്പോൾ ട്രെയിൻ ആക്സിഡന്റ് ആണ് നടന്നതെന്നും മുഖം തിരിച്ചറിയാനാവാത്ത വിധം മാറിപ്പോയതിനാൽ അച്ഛനും അമ്മയ്ക്കും പോലും പല്ലവിയുടെ മുഖം കാണാൻ പറ്റിയില്ല എന്നും മനസ്സിലായി. വിഷമം സഹിക്കവയ്യാതെ ടെഡിയായ പല്ലവി അടുത്തു കണ്ട ബെഞ്ചിലേക്കിരിക്കും. അപ്പോഴേക്കും കൊച്ചപ്പൻ അങ്ങോട്ടേക്ക് വരും. അദ്ദേഹം 2 ദിവസം മുന്നേ നടന്ന കാര്യങ്ങൾ ആലോചിക്കും. പല്ലവി ബസ്സിൽ വെച്ച് ആക്രമിക്കപ്പെടുന്നതിന് തൊട്ടു മുന്നേ കൊച്ചപ്പനെ പോയി കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ആദിത്യയെ കാണാൻ പോയപ്പോഴാണ് ആക്രമിക്കപ്പെട്ടത്. കൊച്ചപ്പൻ ടെഡിയുടെ അടുത്ത് ചെന്ന് നിന്നിട്ട് പറഞ്ഞു, നീ ആ ATC ആയ പല്ലവിയല്ലേ? ടെഡി അതേന്ന് പറഞ്ഞു. കൊച്ചപ്പൻ തുടർന്നു, ഇപ്പോൾ ഈ കാര്യം ആദിത്യയോട് പറയണ്ട. കാരണം നിന്നെ അവൻ ഒരുപാട് ഇഷ്ടമാണ്. ഈ കാര്യം ഇപ്പോൾ അവൻ അറിഞ്ഞാൽ അവൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല. അതിനാൽ ആദ്യം നിന്റെ ബോഡി കണ്ടെത്തണം. അപ്പോഴേക്കും ആദിത്യ അങ്ങോട്ടേക്ക് വരും. ടെഡി പറഞ്ഞു, അതെന്റെ ബോഡിയല്ല, എനിക്ക് ആക്സിഡന്റ് അല്ല സംഭവിച്ചത്, എന്നെ കിഡ്നാപ്പ് ചെയ്തതാണ്. ആദിത്യ പറഞ്ഞു, ഉറപ്പായും നിന്റെ ബോഡി നമ്മൾ കണ്ടെത്തും. അടുത്ത ദിവസം ആദിത്യയുടെ സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ട് ഓഫീസിൽ നിന്നും ലെറ്റർ വരും. എന്നാൽ ഇനി ടെഡിയുടെ ഒറിജിനൽ ബോഡി കണ്ടെത്തിയതിനു ശേഷം മാത്രമേ ജോലിക്ക് പോകുന്നുള്ളൂ എന്ന് ടെഡിയോടും കൊച്ചപ്പനോടും പറഞ്ഞിട്ട് നടക്കുമ്പോൾ ചിണ്ടുവിന്റെ നമ്പറിൽ നിന്നും കോൾ വരും. ടെഡി കോൾ അറ്റൻഡ് ചെയ്യും. ആ കോള് വിളിച്ചത് ചിണ്ടുവിന്റെ ബന്ധുവായിരുന്നു. ചിണ്ടുവിന്റെ മൊബൈലിൽ ഫ്രണ്ട് എന്ന് പറഞ്ഞ് സേവ് ചെയ്തിരുന്ന ഒരേ ഒരു നമ്പർ ടെഡിയായ പല്ലവിയുടേതായിരുന്നു. ആ ബന്ധു പറഞ്ഞു, ചിണ്ടു മരണപ്പെട്ടു, പറ്റുമെങ്കിൽ അവസാനമായി അവനെ കാണാൻ നിങ്ങൾ വരണം. ആദിത്യയും ടെഡിയും കൊച്ചപ്പനും ചേർന്ന് ചിണ്ടുവിന്റെ മരണാനന്തര ചടങ്ങിനെത്തും. ചിണ്ടുവിന്റെ അപ്പൻ വാവിട്ട് നിലവിളിച്ച് കരയുകയാണ്. അതിനൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു പ്രാവശ്യം പോലും ഞങ്ങൾക്ക് നിന്റെ മുഖം കാണാൻ പറ്റിയില്ലല്ലോ. ഇത് കേട്ട ആദിത്യക്ക് ചില സംശയങ്ങൾ തോന്നിത്തുടങ്ങും. തിരിച്ച് വീട്ടിലെത്തിയ ആദിത്യ എല്ലാവരോടുമായി പറഞ്ഞു, എന്തോ ഒരു കുഴപ്പം നടക്കുന്നുണ്ട്. കാരണം ടെഡിക്ക് എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് ചിണ്ടുവിനും സംഭവിച്ചിരിക്കുന്നത്. 2 പേരുടെ മുഖം പാരന്റ്സിനെ കാണിച്ചിട്ടില്ല. ഇവരുടെ 2 പേരുടെയും കേസുമായിട്ട് ഔറാവിൽ എന്ന ഹോസ്പിറ്റലിന് എന്തോ ബന്ധമുണ്ട്. എനിക്ക് തോന്നുന്നത് ചിണ്ടു ജീവനോടെ എവിടെയോ ഉണ്ട്. ആദിത്യ ടെഡിയോട് ചോദിച്ചു, മുൻപ് ചിണ്ടുവുമായി സംസാരിച്ചപ്പോൾ അവന്റെ അസുഖത്തെക്കുറിച്ചോ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എന്തിനെയെങ്കിലും കുറിച്ചോ അവൻ പറഞ്ഞിട്ടുണ്ടോ? ടെഡി പറഞ്ഞു, ചിണ്ടുവിന്റെ മാതാപിതാക്കൾ ഹാർട്ട് ഡോണറെ തപ്പി നടക്കുകയാണെന്നും നിലവിൽ അവന്റെ ദേഹത്ത് ഒരു പേസ് മേക്കർ വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട ആദിത്യയും സിമ്പന്തികളും ഔറാവിൽ ഹോസ്പിറ്റലിലെത്തും. ആദിത്യ ടെഡിയെ റിസപ്ഷനിൽ വെച്ച ശേഷം പുറത്തേക്ക് പോകും. റിസപ്ഷനിൽ ആളൊഴിഞ്ഞപ്പോൾ റിസപ്ഷനിസ്റ്റ് ടെഡി ഇരിക്കുന്നത് ശ്രദ്ധിക്കും. അവർ നോക്കിയപ്പോൾ ഗെറ്റ് വെൽ സൂൺ ചിണ്ടു എന്നുള്ളൊരു കുറിപ്പ് അതിൽ വെച്ചിരിക്കുന്നു. ഇത് കണ്ട് ഭയന്ന് അവർ ഡോക്ടർ അർജുന്റെ സിമ്പന്തിയായ നേഴ്സിനെ വിളിച്ച് കാര്യം പറയും. നേഴ്സ് ടെഡിയെ എടുത്ത് ഉള്ളിൽ കൊണ്ടുപോയി പരിശോധിക്കുമ്പോൾ അതിലൊരു പേസ് മേക്കർ ഇരിക്കുന്നു. ഇത് കണ്ട് ഭയന്ന നേഴ്സ് അവിടെ തന്നെയുള്ള മറ്റൊരു ഡോക്ടറായ റെഡ്ഡിയെ വിളിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. റെഡ്ഡി
ഡോക്ടർ പറഞ്ഞു, നമ്മുടെ നെറ്റ്വർക്കിനെ കുറിച്ച് ആർക്കോ എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. അതിനാൽ ചിണ്ടുവിന്റെ പേസ് മേക്കർ ഡേറ്റ എല്ലാം സിസ്റ്റത്തിൽ നിന്നും ഡിലീറ്റ് ചെയ്യണം. ഈ കോൺവെർസേഷൻ മുഴുവൻ ടെഡി കേൾക്കുന്നുണ്ടായിരുന്നു. നേഴ്സ് കമ്പ്യൂട്ടറിൽ നിന്നും പേസ് മേക്കർ ഡേറ്റ ഡിലീറ്റ് ചെയ്യാൻ പോയ സമയത്ത് ടെഡി ആദിത്യയെ വിളിച്ച് റെഡ്ഡി ഡോക്ടറുടെ കാര്യം പറയും. ആദിത്യയും കൊച്ചപ്പനും റെഡ്ഡി ഡോക്ടറെ തപ്പിയിറങ്ങും. കൊച്ചപ്പൻ ആ ഹോസ്പിറ്റലിലുള്ള റെഡ്ഡി എന്ന് പേരുള്ള സകല ഡോക്ടർമാരെയും പിടിച്ച് ഒരു റൂമിലാക്കും. അതേസമയം സിസ്റ്റത്തിൽ നിന്നും ഡാറ്റ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരുന്ന നേഴ്സിനെ ടെഡി നേരിടും. ഡിഫിബ്രിലേറ്റർ ഉപയോഗിച്ച് അവരുടെ കാര്യത്തിന് തീരുമാനമാക്കും. അപ്പോഴേക്കും ആദിത്യ അങ്ങോട്ടേക്ക് എത്തും. ആദിത്യ സിസ്റ്റം ചെക്ക് ചെയ്യുമ്പോൾ ചിണ്ടുവിന്റെ പേസ് മേക്കർ ഇപ്പോഴും വർക്കിംഗ് ആണെന്ന് കണ്ടെത്തും. ആദിത്യ ടെഡിയോട് പറഞ്ഞു, ചിണ്ടു ഇപ്പോഴും ജീവനോടെ ഉണ്ട്. കൊച്ചപ്പൻ ആദിത്യയെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. അതിൽ നിന്നും ഒറിജിനൽ റെഡ്ഡിയെ കണ്ടെത്താനായിട്ട് നേഴ്സിന്റെ ഫോൺ ഗാലറി പരിശോധിക്കുമ്പോൾ നേഴ്സും റെഡ്ഡി ഡോക്ടറും നിൽക്കുന്ന ഫോട്ടോ കിട്ടും. റെഡ്ഡിയെ ചോദ്യം ചെയ്യുമ്പോൾ ചിണ്ടു വിശാഖപട്ടണം പോർട്ടിലെ ഒരു കണ്ടെയ്നറിൽ ഉണ്ട് എന്നുള്ള കാര്യം പറയും. ആദിത്യയും സിമ്പന്തികളും അയാളെ ഡിക്കിയിലാക്കി അങ്ങോട്ടേക്ക് യാത്ര തിരിക്കും. പോകുന്ന വഴിക്ക് റെഡ്ഡി സ്മാർട്ട് വാച്ചിന്റെ സഹായത്തോടെ ഡോക്ടർ അർജുന് അലർട്ട് മെസ്സേജ് കൊടുക്കും. പോർട്ടിലെത്തിയ ഉടൻ തന്നെ ആദിത്യ റെഡ്ഡിയെയും കൂട്ടി ചിണ്ടുവിനെ സൂക്ഷിച്ചിരിക്കുന്ന കണ്ടെയ്നർ തപ്പി ഇറങ്ങും. കൊച്ചപ്പനും ടെഡിയും രണ്ടായി പിരിഞ്ഞ് മറ്റൊരു വഴിക്ക് അന്വേഷിക്കും. ചിണ്ടു ഉണ്ട് എന്ന് പറഞ്ഞ് റെഡ്ഡി കാണിച്ചു കൊടുത്ത ഒരു കണ്ടെയ്നർ ആദിത്യ ഓപ്പൺ ചെയ്യും. എന്നാൽ റെഡ്ഡി അലർട്ട് മെസ്സേജ് അയച്ചതിനാൽ അതിനകത്തുണ്ടായിരുന്നത് ഡോക്ടർ അർജുന്റെ കുറച്ച് ഫൈറ്റേഴ്സ് ആയിരുന്നു. പിന്നെ ആദിത്യയും ഫൈറ്റേഴ്സും തമ്മിൽ തിരിഞ്ഞും മറിഞ്ഞും പറന്നുമുള്ള അടി. ഈ ഗ്യാപ്പിൽ റെഡ്ഡി ഓടി രക്ഷപ്പെടും. ഫൈറ്റിനിടയ്ക്കൂടെ തന്നെ ആദിത്യ ടെഡിയെ വിളിച്ചു പറഞ്ഞു, റെഡ്ഡി തെറ്റായ കണ്ടെയ്നറാണ് കാണിച്ചു തന്നത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒറിജിനൽ കണ്ടെയ്നർ കണ്ടെത്തണം. ടെഡി ഉയരത്തിൽ കയറി നിന്ന് എല്ലാ കണ്ടെയ്നറും നിരീക്ഷിക്കും. എന്നിട്ട് പറഞ്ഞു, എനിക്കിതിൽ ഏതാണ് ചിണ്ടുവിന്റെ കണ്ടെയ്നർ എന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഇവിടെ ഒട്ടനവധി കണ്ടെയ്നറുകളുണ്ട്. ഇലക്ട്രിക് പാർട്സ്, സെറാമിക് ഗുഡ്സ്, കോൾഡ് സ്റ്റോറേജ്, അങ്ങനെ ഒരുപാട്. ഇത് കേട്ട ആദിത്യയ്ക്ക് 2 ദിവസം മുന്നേ കണ്ട ന്യൂസ് ഓർമ്മ വരും. മുംബൈ പോർട്ടിൽ കോൾഡ് സ്റ്റോറേജ് വഴി കടത്താൻ ശ്രമിച്ച ഡ്രഗ് പിടികൂടി എന്നുള്ള വാർത്ത. ആദിത്യ ടെഡിയോട് പറഞ്ഞു, ഉറപ്പായും ചിണ്ടു കോൾഡ് സ്റ്റോറേജിലെ ഏതോ കണ്ടെയ്നറിലുണ്ട് എന്ന് പറഞ്ഞ് കോള് കട്ടാക്കും. ടെഡി അവിടെ മാകെ തിരിഞ്ഞ് കണ്ടെയ്നർ കണ്ടുപിടിക്കും. ആ കണ്ടെയ്നറിൽ 2 ബോക്സേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ അതിൽ ചിണ്ടു, മറ്റേതിൽ എന്തോ കുറച്ച് മരുന്നുകളാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആരൊക്കെയോ വരുന്ന ശബ്ദം കേട്ട് ടെഡി അവിടെ മറഞ്ഞിരിക്കും. അവർ അതിലൊട്ടിച്ചിരുന്ന പേപ്പർ വെരിഫൈ ചെയ്ത് പുറത്തേക്ക് പോയിട്ട് അല്പസമയത്തിനുള്ളിൽ വീണ്ടും തിരിച്ചു വന്ന് അതിലൊരു ബോക്സ് എടുത്ത് പുറത്തേക്ക് പോകും. ചിണ്ടുവിനും ടെഡിക്കും എന്ത് സംഭവിച്ചെന്നറിയില്ല. ആദിത്യ ഡോക്ടർ അർജുന്റെ സിമ്പന്തികളെ എല്ലാം ഇടിച്ചൊതുക്കിയ ശേഷം ടെഡി ഉണ്ടായിരുന്ന കണ്ടെയ്നറിന്റെ അങ്ങോട്ടേക്ക് വരും. പക്ഷേ അവിടെ ടെഡി ഇല്ല. ഉണ്ടായിരുന്നത് ഒരേ ഒരു ബോക്സ് മാത്രം. ആദിത്യ ആ ബോക്സ് തുറന്നു നോക്കിയപ്പോൾ ചിണ്ടു. ഉടൻ തന്നെ ആംബുലൻസ് വിളിച്ച് അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കും. അപ്പോഴേക്കും ആദിത്യയ്ക്ക് ടെഡിയുടെ കോള് വരും. ടെഡി പറഞ്ഞു, ആ കണ്ടെയ്നറിൽ ഉണ്ടായിരുന്ന 2 ബോക്സിന്റെയും പുറത്തൊട്ടിച്ചിരുന്ന സ്റ്റിക്കറുകൾ ഞാൻ തമ്മിൽ മാറ്റി. അതിലുണ്ടായിരുന്ന മരുന്നുകൾ പുറത്തേക്ക് എടുത്തു വെച്ച ശേഷം ഞാൻ അതിൽ കയറിയിരുന്നു. ചിണ്ടു ആണെന്ന് കരുതി അവർ ഇപ്പോൾ എന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബോക്സുകൾ എങ്ങോട്ടാണ് പോകുന്നതെന്നും ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ഞാൻ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. ആദിത്യ പറഞ്ഞു, അത്രയും റിസ്ക് എടുക്കണ്ട. ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണെന്ന് ഉറപ്പായും നമുക്ക് കണ്ടുപിടിക്കാം. നീ ഇപ്പോൾ എവിടെയുണ്ടെന്ന് പറയൂ. ടെഡി പറഞ്ഞു, എനിക്കറിയില്ല. അപ്പോഴേക്കും പോർട്ടിൽ കപ്പലിന്റെ സൈറൻ മുഴങ്ങും. ആദിത്യ ചോദിച്ചു, നിനക്കിപ്പോൾ ഒരു കപ്പലിന്റെ സൈറൻ മുഴങ്ങിയത് കേൾക്കാൻ പറ്റിയായിരുന്നോ? ടെഡി ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. പെട്ടെന്ന് പുറത്തുനിന്ന് ആരോ സംസാരിക്കുന്നത് അവർ കേട്ടു. 5.5 മണിക്കൂറിനുള്ളിൽ HGKയിൽ എത്തും. ഞങ്ങൾ ടേക്ക് ഓഫിന് ഒരുങ്ങുകയാണ്. ആദിത്യ പറഞ്ഞു, ടെഡി നീ ഇപ്പോൾ കപ്പലിലല്ല, ഫ്ലൈറ്റിലാണ്. അവിടുന്ന് സീൻ കട്ടാക്കി 2 മണിക്കൂറിന് മുന്നേ റെഡ്ഡി അലേർട്ട് മെസ്സേജ് അയച്ചപ്പോൾ ഡോക്ടർ അർജുൻ മാനേജർ രവിയോട് പറഞ്ഞു, ചിണ്ടുവിന്റെ ബോഡി ഷിപ്പിൽ നിന്ന് മാറ്റി കാർഗോ ഫ്ലൈറ്റ് വഴി എത്തിക്കണം. അവിടുന്ന് സീൻ കട്ടായി പ്രസന്റ് ടൈമിൽ. ടെഡി പറഞ്ഞു, HGK എന്ന് വെച്ചാൽ ഹോങ്കോങ് ആണ്. നീ എനിക്ക് വേണ്ടി ഉറപ്പായും വരണം. ആദിത്യ പറഞ്ഞു, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളെ ഞാൻ മിസ്സാക്കി കളഞ്ഞു. ഇനി ഒരിക്കലും അത് ആവർത്തിക്കില്ല. ഉറപ്പായും ഞാൻ വരും. അപ്പോഴേക്കും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി കോൾ കട്ടാവും. 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ടെഡി അടങ്ങിയ ബോക്സ് ഹോങ്കോങ്ങിലെത്തി. ഡോക്ടർ അർജുന്റെ സിമ്പന്തികൾ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിനുള്ളിൽ ഒരു ടെഡി ബിയറും ഒരു മൊബൈലും മാത്രം. സിമ്പന്തികൾ ടെഡിയെ എടുത്ത് കളഞ്ഞ ശേഷം ഒരു മൊബൈൽ കിട്ടിയ കാര്യം മാനേജർ രവിയെ വിളിച്ചു പറഞ്ഞു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ മാനേജർ രവി അങ്ങോട്ടേക്ക് വന്ന് മൊബൈൽ കളക്ട് ചെയ്ത് അവിടെ നിന്ന് പോകും. അതേസമയം ആദിത്യ പോർട്ടിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥനായ തന്റെ സുഹൃത്ത് നിർമ്മലിനോട് കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങൾ പറഞ്ഞു. ആ ബോക്സിൽ ഉണ്ടായിരുന്നത് ഫെറ്റനി എന്ന ഡ്രഗ് ആയിരുന്നു. നിർമ്മൽ പറഞ്ഞു, ഈ ഡ്രഗ് മിക്ക കൺട്രികളിലും ബാൻ ചെയ്തിരിക്കുകയാണ്. ആദിത്യ പറഞ്ഞു, കഴിഞ്ഞ ദിവസം കടത്താൻ ശ്രമിച്ച ചിണ്ടുവിന് ഈ ഡ്രഗ് കൊടുത്ത് കോമയിലാക്കിയിരുന്നു. നമുക്ക് ഈ കാര്യം പോലീസിൽ അറിയിക്കാൻ പറ്റില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ചിണ്ടു മരണപ്പെട്ടു കഴിഞ്ഞു. ഇനി ചിണ്ടു ജീവനോടെ ഉണ്ടെന്ന് നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ആ കുട്ടി കൊല്ലപ്പെടും. അതേസമയം ഹോപ്പ്വെൽ ഹോസ്പിറ്റലിൽ ഡ്രഗ് ഡീലറുടെ മകന്റെ
സർജറിക്കുള്ള പ്രൊസീജിയറുകൾ സ്റ്റാർട്ട് ആകും. പല്ലവിയാണ് ഡോണർ. പെട്ടെന്ന് ഡ്രഗ് ഡീലറുടെ മകന്റെ ബോഡി ടെമ്പറേച്ചർ, പൾസ് റേറ്റ്, റെസ്പിറേറ്ററി റേറ്റ്, ബ്ലഡ് പ്രഷർ എല്ലാത്തിനും വ്യത്യാസം വരും. അവനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ ഈ കാര്യം ഡോക്ടർ അർജുനോട് പറയും. അതിനാൽ ഇപ്പോൾ സർജറി നടത്തുന്നത് ഉചിതമാകില്ല. അർജുൻ പറഞ്ഞു 48 മണിക്കൂറിനുള്ളിൽ അവനെ സർജറിക്ക് സെറ്റാക്കണം എന്ന് പറഞ്ഞിട്ട് അർജുൻ അവിടെ നിന്ന് പോകും. മാനേജർ രവി ഡോക്ടർ അർജുനെ വന്ന് കണ്ട് ചെണ്ടുവിന്റെ ബോഡിക്ക് പകരം ഒരു മൊബൈലും ടെഡി ബിയറുമാണ് വന്നതെന്നുള്ള കാര്യം പറയും. അർജുൻ ആ മൊബൈൽ വാങ്ങി ലാസ്റ്റ് കോൾ വന്ന നമ്പറിൽ വിളിക്കും. ആ കോള് ആദിത്യക്ക് ചെല്ലും. കുറച്ചു നേരത്തേന് നിശബ്ദനായിരുന്ന ശേഷം അർജുൻ പറഞ്ഞു, നിന്റെ അമ്മ, അച്ഛൻ, ഫ്രണ്ട്, ഗേൾഫ്രണ്ട് ഇങ്ങനെ ഞങ്ങളാൽ ബാധിക്കപ്പെട്ട ആർക്കോ വേണ്ടിയാണ് നീ ഞങ്ങളുടെ പിന്നാലെ വരുന്നതെന്ന് എനിക്കറിയാം. ഇനിയും നീ ഞങ്ങളുടെ പിന്നാലെ വന്നാൽ നിന്റെ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവർക്കും ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കോള് കട്ടാക്കും. ഡോക്ടർ അർജുൻ കരുതുക ആദിത്യ പേടിച്ച് പിന്മാറി എന്നാണ്. എങ്കിലും റിസ്ക് എടുക്കാതിരിക്കാൻ മാനേജർ രവിയോട് പറഞ്ഞു, ഇന്ത്യയിൽ നിന്ന് ഹോങ്കോങ്ങിലേക്ക് വരുന്ന എല്ലാ പാസഞ്ചേഴ്സിനെയും പരിശോധിക്കണം. അവർ എന്തിനാണ് ഹോങ്കോങ്ങിലേക്ക് വന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കണം. അവിടെ നിന്ന് സീൻ കട്ടായി. നാട്ടിൽ കൊച്ചപ്പൻ ആദിത്യയോട് ചോദിച്ചു, നമ്മൾ എങ്ങനെ ടെഡിയെ കണ്ടെത്തും? ആദിത്യ പറഞ്ഞു, ഇത്രയും വലിയ നെറ്റ്വർക്ക് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായും അവന്റെ പിന്നിൽ വലിയ വലിയ ആൾക്കാരുണ്ടാകും. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഹോങ്കോങ്ങിലേക്ക് ചെന്നാൽ ഉറപ്പായും പിടിക്കപ്പെടും. അതിനാൽ ഞാനൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫെന്റനി എന്ന ഡ്രഗ് വെച്ചിരുന്ന ബോക്സിൽ ഒട്ടിച്ചിരുന്ന അഡ്രസ്സും ഫോൺ നമ്പരും നമുക്കറിയാം. അവന്റെ പേര് സൈമൺ. ഒരുപക്ഷെ അവനായിരിക്കും അവിടുത്തെ ഈ മരുന്നിന്റെ ഡീലർ. ആദിത്യ ഈ കാര്യം ഉറപ്പിക്കാനായിട്ട് തന്റെ ഫ്രണ്ടും എയർ ഹോസ്റ്റസുമായ സാറയെ കൊണ്ട് സൈമണെ വിളിപ്പിക്കും. അല്ലെങ്കിൽ തന്നെ ആദിത്യയിൽ സാറയ്ക്കൊരു കണ്ണുണ്ട്. ആദിത്യ ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ സാറ സമ്മതം പറഞ്ഞ് സൈമണെ വിളിക്കും. സാറ സൈമണോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ട ഡ്രഗ് എന്റെ പക്കലുണ്ട്. ഞാനത് ഹോങ്കോങ്ങിൽ എത്തിച്ചു തരാം. എനിക്ക് $1,00,000 വേണം. സൈമൺ ആ കോൾ ഹോൾഡ് ചെയ്തിട്ട് സാറയുടെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ അവൻ ചെകയും. സാറ എയർ ഹോസ്റ്റസ് ആണെന്ന് ഉറപ്പിച്ച ശേഷം സൈമൺ ഡീൽ ഉറപ്പിക്കും. എന്നാൽ അവന് വേണ്ട ആ മെഡിസിൻ കൈ കിട്ടിയ ശേഷം മാത്രമേ പണം കൈമാറുകയുള്ളൂ എന്ന് ഉറപ്പിച്ചു പറയും. ആ ഡീലിന് സാറ സമ്മതം മൂളിയ ശേഷം തിരിച്ചൊരു ഡീൽ വെക്കും. ഇത്രയും റിസ്ക് പിടിച്ച മെഡിസിനുമായി വരുന്നത് കാരണം ഇതിനെക്കുറിച്ച് അറിയാവുന്ന തനിക്ക് കംഫർട്ട് ആയിട്ടുള്ള 2 പൈലറ്റുമാരെ വേണം. സാറ പറയുന്ന പൈലറ്റുമാരെ തന്നെ അറേഞ്ച് ചെയ്തു തരാമെന്നും അവരുടെ ഡീറ്റെയിൽസ് അയച്ചോളാൻ പറഞ്ഞ് സൈമൺ കോൾ കട്ടാക്കും. അടുത്ത ദിവസം തന്നെ എയർപോർട്ടിനുള്ളിൽ സാറയുടെ ഹോൾഡ് ഉപയോഗിച്ച് ഡ്രഗ് എല്ലാം പരിശോധനകൾ കൂടാതെ ചെക്ക് പോയിന്റ് കടന്ന് ഫ്ലൈറ്റിനടുത്തെത്തും. സാറ പറഞ്ഞതനുസരിച്ച് പൈലറ്റായിട്ട് വന്നത് ആദിത്യയായിരുന്നു. കോ പൈലറ്റ് അലിയും. അവർ സൈമൺ ഉള്ള ഡ്രഗുമായി ഹോങ്കോങ്ങിൽ ലാൻഡ് ചെയ്യും. ഹോങ്കോങ്ങിലെ എയർപോർട്ടിലുള്ള സെക്യൂരിറ്റി സ്പെഷ്യൽ ടീമിന് ആദിത്യയും സിമ്പന്തികളുടെയും പേരിൽ ഡൗട്ട് തോന്നും. അവർ ആദിത്യ കൊണ്ടുവന്ന ബോക്സ് പരിശോധിക്കുമെങ്കിലും അതിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു ടെഡി ബിയർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതിനാൽ തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ ആദിത്യയ്ക്കും സിമ്പന്തികൾക്കും എയർപോർട്ടിന് പുറത്തിറങ്ങാൻ പറ്റി. എന്നാൽ അവർ കൊണ്ടുവന്ന മെഡിസിൻ ആദിത്യ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ വേസ്റ്റ് ബിന്നിൽ ഇട്ടിരുന്നു. ക്ലീനിംഗ് സ്റ്റാഫിനെ സ്വാധീനിച്ച് സൈമൺ ആ വേസ്റ്റ് ബിൻ അടങ്ങിയ മെഡിസിൻസ് നേരത്തെ തന്നെ അവരുടെ ട്രക്കിൽ കയറ്റി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിന് പുറത്തിറങ്ങിയ ആദിത്യയെ സൈമൺ വിളിച്ചിട്ട് പറഞ്ഞു, സാറയുടെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ തമ്മിൽ യാതൊരുവിധ കോണ്ടാക്റ്റും ഉണ്ടാകില്ല. എന്നാൽ ആദിത്യ പറഞ്ഞു, ഫ്യൂച്ചറിൽ എനിക്ക് ഇതുപോലുള്ള മെഡിസിൻസ് കൊണ്ടുവരാൻ പറ്റും. ഇതിനെക്കുറിച്ച് നമുക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റുമോ? സൈമൺ പറഞ്ഞു, നിങ്ങൾ സാധനം കൊണ്ടുവന്നു, ഞങ്ങൾ അതിനുള്ള പണം നിങ്ങൾക്ക് തരികയും ചെയ്തു. ഇനി നിങ്ങളുടെ ആവശ്യം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് അയാൾ കോള് കട്ടാക്കും. ഇനി അവനോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ആദിത്യയും സിമ്പന്തികളും അവിടെ നിന്നും കാറിൽ കയറി താമസ സ്ഥലത്തേക്ക് പോകും. അതേസമയം ടെഡി സെൻട്രൽ മാർക്കറ്റിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഫോൺ ബൂത്ത് കാണും. ഒരു കുഞ്ഞിപ്പയ്യന്റെ കയ്യിൽ നിന്നും കോയിൻ വാങ്ങി ആ ഫോൺ ബൂത്തിൽ നിന്നും ആദിത്യയെ കോൾ ചെയ്യും. അപ്പോഴേക്കും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നും മുടി വളർത്തിയ ഒരു ചൈനക്കാരൻ നടന്നു വരുന്നത് ടെഡി ശ്രദ്ധിക്കും. ഇവൻ എവിടെയോ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ടെഡിക്ക് ഉറപ്പായിരുന്നു. ടെഡിക്ക് മനസ്സിലായി, ഫ്ലൈറ്റിലെത്തിയ ബോക്സിൽ നിന്നും തന്നെ പുറത്തേക്കെറിഞ്ഞ് മൊബൈൽ ഫോൺ എടുത്തുകൊണ്ടു പോയത് ഇവനാണ്. ടെഡി അവനെ ഫോളോ ചെയ്യും. അപ്പോഴേക്കും ആദിത്യയ്ക്ക് കോൾ ചെന്നിരുന്നു. ആദിത്യ കോൾ അറ്റൻഡ് ചെയ്യുമെങ്കിലും ഓപ്പോസിറ്റിൽ നിന്നും നിശബ്ദത മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ആദിത്യയ്ക്ക് മനസ്സിലായി, ഒന്നുകിൽ ഈ വിളിച്ചത് സൈമണോ അവനുമായി ബന്ധപ്പെട്ട് ആരോ ആയിരിക്കാം, അല്ലെങ്കിൽ ഉറപ്പായും അത് ടെഡി ആയിരിക്കും. അതിനാൽ കാർ ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവറോട് ആദിത്യ ചോദിച്ചു, 13 ഡിജിറ്റ് നമ്പറിൽ നിന്നാണ് കോള് വന്നത്. ഡ്രൈവർ പറഞ്ഞു, അത് പബ്ലിക് ടെലിഫോൺ ബൂത്തിലെ നമ്പറാണ്. ആദിത്യ ആ നമ്പർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും. സെന്റർ മാർക്കറ്റ് ഹോങ്കോങ് എന്ന് വരും. ആദിത്യ ഉടൻ തന്നെ ഡ്രൈവറോട് അങ്ങോട്ടേക്ക് വണ്ടി തിരിക്കാൻ പറഞ്ഞു. എന്നാൽ ടെഡി ആ ചൈനീസുകാരന്റെ പിന്നാലെ പോയി അവരുടെ ഗ്രൂപ്പിലെ മറ്റ് സിമ്പന്തികളുടെ അടുത്തെത്തും. അവരെല്ലാവരും ചൈനീസിൽ എന്തോ സംസാരിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ ടെഡിക്ക് പറ്റിയില്ല. എങ്കിലും ഒരുമാതിരി അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് കാണാപ്പാടം പഠിച്ചു വെക്കും. പെട്ടെന്ന് അവരിൽ
ഒരാൾ ഒരു ടെഡി ബിയർ തങ്ങളുടെ സംസാരം ശ്രദ്ധിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കും. അവർ ടെഡി ബിയറിന്റെ പിന്നാലെ ഓടും. എന്നാൽ ടെഡി ജീവനും കൊണ്ട് പായും. ഈ സമയം കൊണ്ട് ആദിത്യയും സിമ്പന്തികളും സെൻട്രൽ മാർക്കറ്റിലെത്തിയിരുന്നു. അവർ 3 പേരും 3ആയി പിരിഞ്ഞ് ടെഡി ആയിരിക്കും വിളിച്ചത് എന്ന് കരുതി അവിടെ മാകെ പരിശോധിക്കും. എന്നാൽ ടെഡിയെ ചൈനീസ് സിമ്പന്തികൾ വളയും. അപ്പോഴേക്കും ചിന്നി അങ്ങോട്ടേക്ക് വന്ന് ചൈനീസ് സിമ്പന്തികളെ എല്ലാവരെയും അടിച്ച് സൈഡാക്കും. ടെഡിക്ക് ആരാണ് ഇത് എന്ന് മനസ്സിലാകാതെ നിന്നപ്പോൾ പിന്നിൽ നിന്നും ആദിത്യ വിളിക്കും. അപ്പോഴേക്കും അവർക്കിടയിലേക്ക് സാറ വരും. ടെഡിയായ പല്ലവിക്കും സാറയെ അറിയാം. സാറയ്ക്ക് ആദിത്യ ഇഷ്ടമാണെന്നുള്ള കാര്യവും അറിയാം. അതിനാൽ തന്നെ പണ്ടേ അവർ തമ്മിൽ അടിയാണ്. ടെഡി അവിടെ കിടന്ന പങ്കായമെടുത്ത് സാറയുടെ തലക്കിട്ടൊന്ന് പറ്റിക്കും. അപ്പോൾ തന്നെ അവളുടെ ബോധം പോകും. ആദിത്യ ടെഡിയെയും അടിയേറ്റ് വീണ സാറയെയും കൂട്ടി ഹോട്ടലിലെത്തി. ടെഡി ചൈനീസ് സിമ്പന്തികൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ കാണാപ്പാഠം പഠിച്ചത് ആദിത്യയോട് പറയും. പക്ഷേ ആദിത്യയ്ക്കോ ചിന്നിക്കോ ചൈനീസ് അറിയില്ല. അതുകൊണ്ട് ആദിത്യ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കും. എന്നാൽ ടെഡി കാണാപ്പാഠം പഠിച്ചത് പലതും തെറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് കറക്റ്റ് ആവില്ല. ഈ സമയം ടെഡി നോക്കിയപ്പോൾ സാറ ബോധം കെട്ട് സോഫയിൽ കിടക്കുന്നു. അത് കണ്ട് ഇഷ്ടപ്പെടാത്ത ടെഡി ഒരു ഗ്ലാസ് വെള്ളം മുഖത്തേക്ക് ഒഴിക്കും. സാറ ഉണർന്നപ്പോൾ ടെഡി ചൈനീസിൽ തെറ്റായിട്ടാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലായി. അവൾ ആ പറഞ്ഞതെല്ലാം കറക്റ്റ് ചെയ്ത് പറഞ്ഞു. ഈ പറഞ്ഞതിന്റെ മീനിങ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രി റോയൽ ക്ലബിൽ മരുന്നിന്റെ ട്രാൻസാക്ഷൻ നടത്താം. സാറ എയർ ഹോസ്റ്റസ് ആയതിനാൽ അവൾക്ക് 14ഓളം ലാംഗ്വേജസ് അറിയാം. ഈ കാര്യം കേട്ടതിന് ശേഷം ആദിത്യ പറഞ്ഞു, ഇന്ന് രാത്രി ഉറപ്പായും നമുക്ക് റോയൽ ക്ലബിലെത്തണം. ക്ലബിലേക്ക് പോകാനായിട്ട് ആദിത്യയും സാറയും ഒരുങ്ങും. അതിൽ ഒരു ചെറിയ രീതിക്ക് ടെഡിക്ക് അസൂയ വരുന്നുണ്ട്. ആദിത്യയും സിമ്പന്തികളും റോയൽ ക്ലബിലെത്തി. എന്നാൽ ആ ക്ലബിന്റെ മറ്റൊരു ഭാഗത്ത് സൈമണും മാനേജർ രവിയും ഡീല് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം തൊട്ട് സൈമണ് പണം കൂടുതൽ വേണമെന്ന ആവശ്യം രവിയോട് പറയും. ആദിത്യ ആരാണ് സൈമൺ എന്ന് അറിയാത്തത് കാരണം അവിടെ മാകെ ചുറ്റി നടന്ന് DJ പ്ലേ ചെയ്യുന്നവന്റെ അടുത്തെത്തും. അയാളോട് ആദിത്യ പറഞ്ഞു, അടുത്ത ട്രാക്ക് ഞാൻ പ്ലേ ചെയ്യാം. എന്നിട്ട് തന്റെ ഫോണ് ആ ഡിവൈസുമായി കണക്ട് ചെയ്യും. ആദിത്യ ഫോണിൽ നിന്നും സൈമണെ വിളിക്കും. സൈമൺ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ആദിത്യ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്തിരുന്ന പാട്ട് ഓഫ് ചെയ്യും. സൈമൺ പറഞ്ഞു, നിന്നോട് ഇനി എന്നെ വിളിക്കരുതെന്നല്ലേ പറഞ്ഞിരുന്നത്? FBI, CIA, ഇന്റർപോൾ എല്ലാവരും ഒരു തുമ്പ് കിട്ടാനായിട്ട് കാത്തിരിക്കുകയാണ്. എന്നാൽ സൈമന്റെ ഈ സംസാരം ലൗഡ് സ്പീക്കർ വഴി അവിടെ നിന്ന് എല്ലാവരും കേൾക്കുന്നുണ്ടായിരുന്നു. ആദിത്യ സൈമണെ സ്പോട്ട് ചെയ്തു. അതുപോലെ തന്നെ അവരും ആദിത്യയെ തിരിച്ചറിഞ്ഞു. ഉടൻ തന്നെ മാനേജർ രവിയുടെ സിമ്പന്തികൾ ആദിത്യക്ക് നേരെ തോക്കു ചൂണ്ടും. ആദിത്യ ഒരു മദ്യക്കുപ്പി അവർക്ക് നേരെ എടുത്തെറിഞ്ഞ് ആ കുപ്പിയിൽ വെടിവെച്ച് അവിടെ ഒരു കുഞ്ഞു ബ്ലാസ്റ്റ് ഉണ്ടാക്കും. ഇത് കണ്ട് അവിടെ നിന്ന് എല്ലാവരും ഭയന്നോടും. പിന്നെ അടിയുടെയും വെടിയുടെയും നിമിഷങ്ങൾ. അവസാനം ആദിത്യയും സിമ്പന്തികളും മാനേജർ രവിയെ തൂക്കും. ആദിത്യയുടെ വിരട്ടൽ ഭയന്ന് മാനേജർ രവി ഡോക്ടർ അർജുന് ഫോൺ ചെയ്യും. എന്നിട്ട് പറഞ്ഞു, റോയൽ ക്ലബിൽ വെച്ച് ഇന്റർപോൾ ആണോ നാർക്കോട്ടിക് സെല്ലാണോ എന്നറിയില്ല, സൈമന്റെ പിന്നാലെ വന്നു. എന്നാൽ ഞങ്ങൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു. അതുകൊണ്ട് തന്നെ മെഡിസിൻ കിട്ടിയില്ല. അവിടെ നിന്നും സൈമണ് വേണ്ടി മെഡിസിൻസ് കൊണ്ടുവരുന്ന പൈലറ്റിനെ കിട്ടിയിട്ടുണ്ട്. അവർ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെഡിസിൻ എത്തിച്ചു തരാമെന്നാണ് പറയുന്നത്. എന്നാൽ അവരുടെ ഡിമാൻഡ് വളരെ വലുതാണ്. അതിനാൽ താങ്കൾ ഡയറക്റ്റ് ആയിട്ട് അവരുമായി സംസാരിക്കുന്നതാണ് നല്ലത്. ആദ്യമൊക്കെ ഡോക്ടർ അർജുൻ ഒഴിഞ്ഞുമാറുമെങ്കിലും പിന്നീട് ഹോസ്പിറ്റലിനടുത്തുള്ള കാർഡിൽ വെച്ച് നേരിട്ട് കാണാമെന്ന് സമ്മതിക്കും. അതിന് മുന്നോടിയായി വന്ന പൈലറ്റിന്റെ ഫോട്ടോ തനിക്ക് അയക്കണമെന്ന് പറഞ്ഞ് രവിയുടെ കോള് കട്ടാക്കും. മാനേജർ രവി അയച്ചു കൊടുത്ത ആദിത്യയുടെ ഫോട്ടോ തന്റെ സിമ്പന്തികൾക്ക് ഫോർവേഡ് ചെയ്ത് ഡീറ്റെയിൽസ് പരിശോധിക്കാൻ പറഞ്ഞു. ഇപ്പോഴും ഡോക്ടർ അർജുൻ അറിയത്തില്ല താൻ കാണാമെന്ന് സമ്മതിച്ച പൈലറ്റും ചെണ്ടുവിനെ രക്ഷിച്ചതും ഒരാളാണെന്നും സിമ്പന്തി ആദിത്യ പൈലറ്റാണെന്നും സൈമണ് വേണ്ടിയാണ് ഹോങ്കോങ്ങിലേക്ക് വന്നതെന്നും ഡോക്ടർ അർജുന് റിപ്ലൈ കൊടുക്കും. അതേസമയം നാട്ടിൽ ആദിത്യയും സിമ്പന്തികളും രക്ഷിച്ച ചിണ്ടുവിനെ വിശാഖപട്ടണത്തുള്ള മറ്റൊരു ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തത്. അവിടുത്തെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ അർജുന്റെ നെറ്റ്വർക്കിൽപ്പെട്ട ആളായിരുന്നു. അയാൾ ചിണ്ടുവിനെ കൊണ്ടുവന്ന കൊച്ചപ്പന്റെ അഡ്രസ് എടുത്ത് അങ്ങോട്ടേക്ക് കുറച്ച് സിമ്പന്തികളെ അയക്കും. ആദിത്യ ഡോക്ടർ അർജുനെ മീറ്റ് ചെയ്യാനായിട്ട് തിരിക്കും. കാടിനുള്ളിൽ വെച്ച് രണ്ടുപേരും ഡീലിനായിട്ട് ഒത്തുകൂടി. ആദിത്യ പറഞ്ഞു, മെഡിസിൻ ഞാൻ എത്തിച്ചു തരാം. എനിക്ക് ഓരോ പ്രാവശ്യം മെഡിസിൻ കൊണ്ടുവരുമ്പോഴും 20 മില്യൺ വേണം. നിങ്ങൾക്ക് ഈ മരുന്ന് എത്ര പ്രാധാന്യമുള്ളതാണെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഈ മരുന്ന് ഇങ്ങോട്ടെത്തിക്കാൻ എന്തുമാത്രം റിസ്ക് ഉണ്ടെന്നും നിങ്ങൾക്കറിയാം. എന്നാൽ ഡോക്ടർ അർജുൻ എമൗണ്ട് വളരെ കൂടുതലാണെന്ന് പറഞ്ഞ് നെഗോഷിയേറ്റ് ചെയ്യും. അതേസമയം നാട്ടിലെ കൊച്ചപ്പന്റെ വീട് പരിശോധിച്ചു കൊണ്ടിരുന്ന സിമ്പന്തികൾ അർജുനും കൊച്ചപ്പനും നിൽക്കുന്ന ഒരു ഫോട്ടോ കാണും. അതിൽ ഡൗട്ട് തോന്നിയ സിമ്പന്തികൾ ആ ഫോട്ടോ ഹോങ്കോങ്ങിലെ സൈബർ സിമ്പന്തിക്ക് അയച്ചു കൊടുക്കും. മൊബൈലിൽ റേഞ്ച് കിട്ടാത്തത് കാരണം സെൻഡ് ആവാതെ നിൽക്കുമ്പോൾ കൊച്ചപ്പൻ അങ്ങോട്ടേക്ക് വന്ന് സകല സിമ്പന്തികളെയും അടിച്ചൊതുക്കും. ഫൈറ്റ് എല്ലാം കഴിഞ്ഞ്
മൊബൈൽ എടുത്ത് കൊച്ചപ്പൻ നോക്കിയപ്പോൾ ആ ഫോട്ടോ സെൻഡായി കഴിഞ്ഞിരുന്നു. ഫോട്ടോ കിട്ടിയ ഉടൻ തന്നെ ഹോങ്കോങ്ങിലെ സൈബർ സിമ്പന്തി അത് ആദിത്യയാണെന്ന് തിരിച്ചറിഞ്ഞ് ഡോക്ടർ അർജുന് ആ ഫോട്ടോ ഫോർവേഡ് ചെയ്തു കൊടുക്കും. അർജുൻ മൊബൈൽ എടുത്ത് നോക്കുന്നതും അവന്റെ മുഖത്തെ ഭാവവ്യത്യാസവും ആദിത്യ ശ്രദ്ധിക്കും. ഡോക്ടർ അർജുൻ പറഞ്ഞു, ഞാൻ ആ പെൺകുട്ടിയെ വിശാഖപട്ടണത്ത് നിന്നും ഹോങ്കോങ്ങിലേക്ക് എത്തിച്ചതിന് ശേഷമാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. അപ്പോൾ ഉറപ്പായും നീ അവളെ തേടി വന്നതാണ്. നീ അവസാനിക്കുന്നതോടുകൂടി നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു ബുള്ളറ്റ് ആദിത്യയുടെ ദേഹത്ത് വന്ന് പതിക്കും. അവൻ താഴെ വീഴുമെങ്കിലും അടുത്ത സെക്കൻഡിൽ അവൻ എഴുന്നേൽക്കും. ചുറ്റും നോക്കിയപ്പോൾ ഡോക്ടർ അർജുന്റെ സിമ്പന്തികൾ. ഡോക്ടർ അർജുൻ കാറിൽ കയറി അവിടെ നിന്നും പോകാനൊരുങ്ങുമ്പോൾ ഡീലറുടെ മകനെ പരിശോധിച്ചു കൊണ്ടിരുന്ന ഡോക്ടർ ഫോൺ ചെയ്യും. അദ്ദേഹം പറഞ്ഞു, പേഷ്യന്റിന്റെ വൈറ്റലെല്ലാം നോർമലായി, ഇപ്പോൾ അവൻ സർജറിക്ക് ഓക്കെയാണ്. ഡോക്ടർ അർജുൻ ഉടൻ എത്താമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകും. അപ്പോഴേക്കും അർജുന്റെ സിമ്പന്തികൾ ആദിത്യക്ക് നേരെ വെടി തുടങ്ങിയിരുന്നു. ആദിത്യ ഓടി കാറിന്റെ പിന്നിൽ ഒളിക്കും. പെട്ടെന്ന് ഒരു ഇസൂസു ഡിമാക്സ് എവിടെ നിന്നോ വന്ന് കറക്കി കുത്തി നിർത്തും. അതിലൊരു M134 മിനി ഗണ്ണുമായി ടെഡി. ഈ ഗണ്ണ് അറേഞ്ച് ചെയ്ത് കൊടുത്തിരുന്നത് ചിന്നിയായിരുന്നു. ടെഡി ആ ഗണ്ണ് ഉപയോഗിച്ച് സകല സിമ്പന്തികളെയും തീർക്കും. വെടിയേറ്റ ആദിത്യയും കൂട്ടി സാറയും ടെഡിയും ഹോട്ടലിലെത്തി. സാറ ആദിത്യയുടെ ദേഹത്ത് നിന്നും ബുള്ളറ്റ് റിമൂവ് ചെയ്യും. അപ്പോഴേക്കും അർജുന്റെ കോള് ആദിത്യക്ക് വരും. ഡോക്ടർ അർജുൻ പറഞ്ഞു, നീ എന്റെ സിമ്പന്തികളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടല്ലേ? ഇന്ന് തന്നെ നീ അന്വേഷിച്ചു വന്ന പെൺകുട്ടിയുടെ സർജറി ഞാൻ നടത്തും. നിനക്ക് കഴിയുമെങ്കിൽ എന്റെ കയ്യിൽ നിന്നും അവളെ രക്ഷിക്കും. പിന്നെ TV ഓണാക്കി കഴിഞ്ഞാൽ നിനക്ക് ഞാൻ തരുന്ന ഒരു സർപ്രൈസ് ന്യൂസ് കൂടി കാണാൻ പറ്റും എന്ന് പറഞ്ഞ് അവൻ കോള് കട്ടാക്കും. ആദിത്യ ന്യൂസ് ചാനൽ വെക്കുമ്പോൾ ന്യൂസ് മുഴുവൻ ആദിത്യ സൈമണെ കൊന്നു എന്നുള്ള വാർത്തയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനി സമയം പാഴാക്കാനില്ല എന്ന് പറഞ്ഞ് ആദിത്യ സിമ്പന്തികളെയും കൂട്ടി ഹോട്ടലിൽ നിന്ന് ഇറങ്ങും. ആദിത്യ പറഞ്ഞതനുസരിച്ച് ചിന്നി ഒരു ആംബുലൻസുമായി എത്തി. ചിന്നി ചോദിച്ചു, എന്താണ് നമ്മുടെ പ്ലാൻ? ആദിത്യ പറഞ്ഞു, അർജുൻ ചിണ്ടുവിനെ തട്ടിക്കൊണ്ടുവരാൻ ശ്രമിച്ചതിന്റെ കാരണം അവന് AB നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആയതുകൊണ്ടാണ്. ഈ ബ്ലഡ് ഗ്രൂപ്പ് റെയർ ആണ്. ഒരു പക്ഷേ ഇതേ ഗ്രൂപ്പിൽപ്പെട്ട മറ്റേതോ ഒരു കുഞ്ഞിന്റെ സർജറിക്ക് വേണ്ടിയാണ് അവൻ ചിണ്ടുവിനെ തട്ടിക്കൊണ്ടുവരാൻ ശ്രമിച്ചത്. നിലവിൽ ആ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ഒരു ബോഡി അവർക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. അതിനാൽ നമ്മൾ കൊണ്ടുചെല്ലുന്ന ഈ ആംബുലൻസിൽ AB നെഗറ്റീവ് ബ്ലഡിന്റെ ഉടമയാണെന്ന് പറഞ്ഞാൽ ഉറപ്പായും അവർ നമ്മളെ അകത്തേക്ക് കയറ്റിവിടും. ആദിത്യയും സിമ്പന്തികളും ആംബുലൻസുമായി ഹോപ്പ്വെൽ ഹോസ്പിറ്റലിന്റെ മുന്നിലെത്തി. AB നെഗറ്റീവ് ബ്ലഡ് ഉള്ള വ്യക്തിയാണ് അകത്തുള്ളത് എന്നറിഞ്ഞപ്പോൾ ആംബുലൻസ് ഹോസ്പിറ്റൽ സെക്യൂരിറ്റിക്കാർ ഉള്ളിലേക്ക് കയറ്റിവിട്ടു. ആംബുലൻസിന്റെ ബാക്ക് ഡോർ ഓപ്പൺ ആക്കിയതും ഒരു ഓക്സിജൻ സിലിണ്ടർ ഹോസ്പിറ്റലിനുള്ളിലേക്ക് പാഞ്ഞു. അവിടെ മാകെ പുക നിറയും. ഈ ഗ്യാപ്പിൽ ടെഡി ഡിഫിബ്രിലേറ്റർ ഉപയോഗിച്ച് സെക്യൂരിറ്റിക്കാരെ നേരിടും. എന്തോ ഒരു പ്രശ്നം സംഭവിച്ചുവെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ അർജുൻ പല്ലവിയുടെ ബോഡിക്ക് വേണ്ടിയുള്ള സെക്യൂരിറ്റി കൂട്ടി. ഈ പ്രശ്നങ്ങൾക്കിടയിൽ കൂടെ തന്നെ ആദിത്യ ഹോസ്പിറ്റലിൽ കയറി ഒരു സ്ട്രക്ചറിൽ ഒരു ബോഡി കിടത്തി പുറത്തേക്ക് കൊണ്ടുവരും. പെട്ടെന്ന് സകല സെക്യൂരിറ്റി ഗാർഡുകളും ആദിത്യക്ക് നേരെ തോക്കു ചൂണ്ടി വരും. ഉടൻ തന്നെ ആദിത്യ സ്ട്രക്ചറിൽ കിടന്ന ബോഡിക്ക് നേരെ തോക്കു ചൂണ്ടി. പെട്ടെന്ന് സിമ്പന്തികൾ എല്ലാവരും തോക്ക് താഴ്ത്തി ആദിത്യക്ക് പോകാനുള്ള വഴിയൊരുക്കും. ആദിത്യ ആ ബോഡി ആംബുലൻസിലേക്ക് കയറ്റി അവിടെ നിന്ന് പോകും. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ഡ്രഗ് ഡീലർ അങ്ങോട്ടേക്ക് വരും. അയാളോട് ഹോസ്പിറ്റലിൽ ഉള്ളവർ പറഞ്ഞു, ക്ഷമിക്കണം സാർ, അവൻ വന്നത് പെൺകുട്ടിക്ക് വേണ്ടിയല്ലായിരുന്നു. താങ്കളുടെ മകനെയാണ് അവൻ തട്ടിക്കൊണ്ടുപോയത്. മകന് നേരെ തോക്ക് ചൂണ്ടിയപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ ഡോക്ടർ അർജുന് ആദിത്യയുടെ കോൾ വരും. ആദിത്യ പറഞ്ഞു, പല്ലവിയുടെ ബോഡി വിട്ടു തന്നില്ല എങ്കിൽ ഡീലറുടെ മകനെ കൊന്നുകളയുമെന്ന് പറഞ്ഞ് വിരട്ടും. എന്നാൽ ഡോക്ടർ അർജുൻ ആ ഭീഷണിക്ക് ഭയപ്പെടാതെ പല്ലവിയെ കൊല്ലാൻ ശ്രമിക്കും. പക്ഷേ ഇവർ കോൺഫറൻസ് കോളിലായിരുന്നു. അർജുന്റെ സംസാരം ഡ്രഗ് ഡീലർ കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡീലർ അർജുന്റെ പിന്നിൽ വന്ന് ഗണ്ണ് ചൂണ്ടി നിൽപ്പുണ്ടായിരുന്നു. ഡീലർ പറഞ്ഞു, എനിക്ക് എന്റെ മകനെ തിരിച്ചു വേണം. അതിനായി അവളെ തിരിച്ച് അവനെ ഏൽപ്പിക്കണം. ആദിത്യ പറഞ്ഞതനുസരിച്ച് ഡീലർ ഒരു ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യും. റൺവേയിൽ ആദിത്യയും സിമ്പന്തികളും ഡീലറുടെ മകനുമായി നിൽക്കും. അങ്ങോട്ടേക്ക് പല്ലവിയുടെ ബോഡിയുമായി ഡോക്ടർ അർജുനും സിമ്പന്തികളും എത്തും. ആദിത്യ അർജുനെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, പല്ലവിയുടെ ബോഡിയുമായി നിങ്ങൾ തന്നെ എന്റെ അടുത്തേക്ക് വരണം. ആദിത്യ പറഞ്ഞതനുസരിച്ച് അർജുൻ പല്ലവിയുടെ ബോഡിയുമായി മുന്നിലേക്കെത്തും. സാറ ഡീലറുടെ മകനെ തിരിച്ചേൽപ്പിക്കും. എന്നാൽ ഡോക്ടർ അർജുന്റെ സിമ്പന്തി കുറച്ചകലെ നിന്നും ഒരു സ്നൈപ്പർ ആദിത്യക്ക് നേരെ പോയിന്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഉറപ്പായും ഡോക്ടർ അർജുൻ എന്തെങ്കിലും തരികട ഒപ്പിക്കുമെന്ന് ആദിത്യ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ആദിത്യ അവന് നേരെ തോക്ക് ചൂണ്ടി ഫ്ലൈറ്റിൽ കയറ്റും. ഡീലറുടെ മകൻ അപ്പനോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ എന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണെന്ന് എനിക്കറിയാം. വിധിയുണ്ടെങ്കിൽ ഞാൻ ജീവിക്കും. അതിനുവേണ്ടി മറ്റാരുടെയും ജീവൻ ഇനി എടുക്കണ്ട. ആദിത്യ ഡോക്ടർ അർജുനെ ഫ്ലൈറ്റിനുള്ളിൽ വിലങ്ങണിയിച്ച ശേഷം കോക്പിറ്റിലേക്ക് ചെല്ലും. ഈ സമയം കൊണ്ട് ചിന്നി ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിരുന്നു. കോക്പിറ്റിൽ വന്നിരുന്ന ആദിത്യയോട് ചിന്നി പറഞ്ഞു, ഫ്ലൈറ്റിന്റെ ലോവർ ഡെക്കിൽ ചില മൂവ്മെന്റ് കാണുന്നുണ്ട്. ആദിത്യയ്ക്ക് മനസ്സിലായി ഡോക്ടർ അർജുന്റെ സിമ്പന്തികൾ ഫ്ലൈറ്റിനുള്ളിൽ കയറി പറ്റിയിട്ടുണ്ട് എന്ന്. അവൻ പിന്നിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ സിമ്പന്തികൾ ആദിത്യയെ പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു. പിന്നെ അവർ തമ്മിലുള്ള പൊരിഞ്ഞ അടി. ഇതിനിടയിൽ ചിന്നിക്ക് വെടിയേൽക്കും. ചിന്നിയുടെ
ആദിത്യയുടെ ഹെൽപ്പിനായിട്ട് സാറ എത്തും. സിംബന്ധികളിൽ ഒരാൾ അർജുന്റെ വിലം കഴിച്ചു കൊടുക്കും. പിന്നെ അർജുനും ആദിത്യയും തമ്മിലുള്ള അടി. ആദിത്യ ഡോക്ടറെ അടിച്ച് അവശനാക്കും. ഡോക്ടർ അർജുൻ ഫ്ലൈറ്റിന്റെ ഡോർ ഓപ്പൺ ചെയ്ത് പല്ലവിയുടെ ബോഡി പുറത്തേക്ക് തള്ളിയിടാൻ ശ്രമിക്കും. എന്നാൽ ആദിത്യ അതിനനുവദിക്കാതെ സ്ട്രക്ചർ ഉള്ളിലേക്ക് വലിച്ചു നിർത്തും. ആദിത്യക്ക് ഇതാണ് പല്ലവി എന്ന് കൊച്ചപ്പൻ പറഞ്ഞറിയാം. ലാസ്റ്റ് തന്നെ കാണാൻ കോഫി ഷോപ്പിൽ വന്നപ്പോൾ ആദിത്യ പല്ലവിയെ നേരിൽ കണ്ടിരുന്നു. ആദിത്യ പല്ലവിയെ നോക്കി നിൽക്കുമ്പോൾ ഡോക്ടർ അർജുൻ അവന് നേരെ വെടിയുതിർക്കും. എന്നാൽ ആ ബുള്ളറ്റ് ടെഡി തന്റെ ദേഹത്തെ ഏറ്റുവാങ്ങി ഫ്ലൈറ്റിൽ നിന്നും പുറത്തേക്ക് വീഴും. ആ സമയത്ത് പല്ലവി കോമയിൽ നിന്നും ഉണരും. പല്ലവി ആദിത്യയെ നോക്കിയിട്ട് പറഞ്ഞു, ആ ഗുരുജി പറഞ്ഞതുപോലെ ഞാൻ ഒന്നും മറന്നുപോയിട്ടില്ല. ടെഡിയായിരുന്നപ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ വെച്ച് ഈ കഥ അവസാനിക്കും.